നമ്മുടെ എല്ലാ കുരുക്ഷേത്രങ്ങളിലും എന്തുണ്ടാവണം? ഇവിടെയുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല എന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊക്കെ നമുക്ക് വേണം കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയും, ഞങ്ങളുടെയൊക്കെ വലിയ അഹങ്കാരമാണ് 63-ാം നമ്പർ ശാഖയാണ്. കാരണം എന്താ? ഗുരു നേരിട്ട് തന്ന സർട്ടിഫിക്കറ്റുള്ള ശാഖയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും അതിലൊക്കെയാണ് നമ്മൾ അഹങ്കരിക്കേണ്ടത്. അപ്പം ഇവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും രവിവാര പാഠശാല ഉണ്ടാവണം. പാഠശാല നടത്തിയാൽ മാത്രം പോരാ, നടത്തിയാൽ മാത്രം പോരാ, അവിടെ ആര് വരണം? കുട്ടികൾ വരണം. ഈ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലെ ഒരു ടെൻഡൻസി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആയാൽ കുട്ടികൾ രവിവാര പാഠശാല കുറവായിരിക്കും അല്ലേ? കാരണം എന്താ? നമ്മൾ തന്നെ വേറെ ഓരോ ഫംഗ്ഷൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആദ്യം ഒഴിവാക്കുന്ന ഏതാണ്? പാഠശാലകളാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യും. ഇവരെയൊക്കെ ഒരു 10-17 വയസ്സ് വരെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ, ഉറപ്പാണ്. കാരണം അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു തലത്തിലേക്ക് ഉയരുവാണ് അല്ലേ? ഇപ്പോൾ ഉദ്ദാലക മഹർഷിയുടെയും ശ്വേതകേതുവിൻ്റെയും കഥ എടുത്താൽ മതി. ഇപ്പോൾ ഉദ്ദാലക മഹർഷി എന്ന് പറയുന്ന മഹർഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ശ്വേതകേതു വരുന്ന ഒരു വരവുണ്ട്. അപ്പോൾ ആ ശ്വേതകേതുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അച്ഛനായ ഉദ്ദാലക മഹർഷിക്ക് മനസ്സിലായി, ഇവൻ വിദ്യയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? അഹങ്കാരം അല്ലേ? ഞാൻ എന്തെല്ലാമൊക്കെയോ പഠിച്ചു എന്നുള്ള ഭാവത്തിൽ വരുന്ന മകനോട് ഉദ്ദാലക മഹർഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ? അതിനെക്കുറിച്ച് വല്ലതും നീ അറിഞ്ഞുവോ മകനെ എന്ന് ചോദിച്ചു. വല്ലതും പിടികിട്ടിയോ? ഇല്ല. ഇത് തന്നെയാണ് ശ്വേതകേതം പറഞ്ഞത്. അത് പഠിപ്പിച്ചപ്പോഴേ ഞാൻ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അറിയാൻ മേലെ എന്ത് പറയും? അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ ഉദ്ദാലക മഹർഷി പറഞ്ഞു, മോനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ച് നീ വല്ലതും പഠിച്ചുവോ? ഭഗവാനെ കുറിച്ച് നീ വല്ലതും അറിഞ്ഞുവോ? നിന്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെക്കുറിച്ച് നീ വല്ലതും അറിഞ്ഞുവോ എന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ ബാക്കി എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എന്തിനെക്കുറിച്ച് മാത്രം പഠിക്കുന്നില്ല? ഈശ്വരനെ കുറിച്ച്. ഞാൻ ആരാണ്? രമണ മഹർഷിയാണെങ്കിലും ശ്രീരാമകൃഷ്ണ പരമഹംസദേവനാണെങ്കിലും നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളാണെങ്കിലും നമ്മളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? 2 ചോദ്യം അല്ലേ? ഞാൻ ആരാണ്? എന്താ തേടേണ്ടത്? ഞാൻ ആരാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ ഞാൻ ആരാന്ന്? ചോദിക്കാറുണ്ടോ? ഇല്ല. കാണുമ്പോഴേ ചോദിക്കും, എവിടുന്നാ വരുന്നത്, എന്താ പേര് അല്ലേ? രമണ മഹർഷിയും നാരായണ ഗുരുദേവനൂടെ കണ്ട ഒരു സന്ദർഭം പറയാറുണ്ട്. 2 പേരും ഒന്നും സംസാരിച്ചില്ല എന്നാ. കാരണം അവരുടെ ഇടയിൽ സംസാരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരേ തലത്തിൽ നിൽക്കുന്ന 2 ഋഷിസത്തമന്മാരെ സംബന്ധിച്ച് അവിടെ വാക്കുകൾക്ക് പ്രാധാന്യം ഇല്ല. അതുകൊണ്ടാണ് പിന്നീട് രമണ മഹർഷിയെ ഗുരു സന്ദർശിക്കാൻ പോയത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ രമണാശ്രമത്തിലെ ഡയറിയിൽ നാരായണ ഗുരുദേവൻ ഒരു കൃതി എഴുതി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൽ പറയുന്നത് കോ നാമ ക ദേശ എന്ന് വെച്ചാൽ പേരെന്താണ്, നാമം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായില്ല. നിർവൃതി പഞ്ചകം എന്ന് പറയും. 5 ശ്ലോകങ്ങളേ ഉള്ള ഒരു കൃതിയാണ്. ഒരേ തലത്തിൽ നിൽക്കുന്ന 2 ഋഷിസത്തമന്മാരെ സംബന്ധിച്ച് ചോദ്യോത്തരങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷെ അങ്ങേയറ്റം ബഹുമാനമുള്ള 2 വ്യക്തിത്വങ്ങളായിരുന്നു നാരായണ ഗുരുദേവനും രമണ മഹർഷിയും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഋഷിസത്തമന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്താണ്? ഞാൻ ആരാണ് അല്ലേ? അപ്പം ഞാൻ ആരാണെന്നറിയാനുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഗുരു പറഞ്ഞത്. നീ ആരാണെന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതണം അല്ലേ? എന്നിട്ട് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഉത്തരം അന്വേഷിച്ച് കണ്ടെത്തിയ ആ ആത്മാനന്ദ അനുഭൂതിയിൽ ആറാടിയ ഗുരു നമ്മളോട് പറഞ്ഞു തന്നതാണ്, പങ്കാരും പറ്റുവാനില്ല
ഇരവ് പകലിരുന്നീച്ചയും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ സച്ചിദാനന്ദമാകുന്ന മലയില് മൂന്ന് മരുന്നിരിപ്പുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദമാകുന്ന 3 മരുന്നിരിപ്പുണ്ട്. ഇത് വേറെ ആരും കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തേടി കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ മരുന്ന് ഇരിക്കുന്നത്, പുറമേ ആണോ? അല്ല. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സത്തായി നിന്നു പരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. സത്തായി നിന്ന്, സത്യമായി നിന്ന്, ഒരു കാലത്തും മാറ്റമില്ലാതെ, ഇന്നലെയുണ്ട്, ഇന്നുമുണ്ട്, നാളെ നശിക്കാത്തതായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. സത്തായി നിന്ന് ദൈവദശകത്തിൽ പറയും, നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. നീ സത്യമാണെന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തുണ്ടാകും? ആനന്ദമുണ്ടാകും. അപ്പൊ ആനന്ദത്തിന് ഔഷധം തേടി പുറമേ നടന്നാൽ കിട്ടില്ല, അല്ലേ? അത് പഠിപ്പിച്ചു തന്ന ഗുരു ജ്ഞാനസ്വരൂപനായി നിന്നുകൊണ്ട് തൻ്റെ ജ്ഞാനലീലകളെ അനാവരണം ചെയ്യുന്ന കൃതികളിലൂടെ, ഗുരുവിൻ്റെ ദർശനത്തിലൂടെ, ഗുരുവിൻ്റെ സൂക്തികളിലൂടെ, ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ പറഞ്ഞു തന്നല്ലോ. 2ആയിട്ട് കാണണ്ട. ശിവലിംഗത്തെ നിനക്ക് ആരായിട്ട് കാണാം? സുബ്രഹ്മണ്യനായിട്ട് കണ്ടോളൂ. കാരണം ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ഭക്തയായിരുന്ന ഔവയാർ എന്ന് പറയുന്ന ഒരു കവയത്രിയുണ്ട്. ഈ ഔവയാറ് ഒരിക്കല് ദാഹിച്ച് വലഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ ഒരു മരം കാണും, ഒരു ഞാവൽ മരം കാണും. ആ ഞാവൽ മരത്തിൽ ഒരു ചെറിയ കുട്ടി ഇരുന്നുകൊണ്ട് ഞാവൽപ്പഴം കഴിക്കുകയാണ്. ആ കുട്ടി ആരാണെന്ന് മനസ്സിലായോ? മുരുകനായിരുന്നു ആ കുട്ടി. അപ്പം ഞാവൽപ്പഴം കഴിക്കുമ്പോൾ അവയാറ് വന്നിട്ട് അവയാറിനോട് കുട്ടി ചോദിച്ചു, അമ്മയ്ക്ക് വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, പഴങ്ങൾ വേണോന്ന് ചോദിക്കും. ഇപ്പം പറയും കിട്ടിയാൽ കൊള്ളാം. അപ്പം അടുത്ത ചോദ്യമാണ്, ചൂടുള്ള പഴം വേണോ, തണുത്ത പഴം വേണോ? അപ്പം നമ്മൾ എന്തോർത്ത് കാണും? കളിയാക്കാൻ ചോദിച്ചാൽ അല്ലേ? ചൂടുള്ള പഴം ഇല്ലല്ലോ. ചൂടുള്ള പഴം വേണോ, തണുത്ത പഴം വേണോ? അപ്പം അമ്മ ഒരു തമാശയ്ക്ക് പറയും, ചൂടുള്ള പഴം മതി എന്ന് പറയും. അപ്പം ഈ കുട്ടി മരം പിടിച്ച് കുലുക്കുമ്പോൾ പഴങ്ങൾ വീഴും. സ്വാഭാവികമായിട്ടും പഴം താഴെ വീണാൽ അതിൽ എന്ത് പറ്റി പിടിക്കും? മണ്ണ് പറ്റും, അല്ലേ? അപ്പോൾ അമ്മ ഇങ്ങനെ ഊതി ഊതി ഈ പഴം എടുത്തിട്ട് എന്ത് ചെയ്യും? ഊതി ഊതി കഴിക്കും. അപ്പൊ ചോദിക്കുന്നുണ്ട്, നല്ല ചൂടുള്ള പഴമാണല്ലേ? അപ്പൊ അതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിലേക്ക് വരുന്ന എല്ലാം മണ്ണെന്ന് പറയുന്ന ഒരു ബന്ധമായിട്ടാണ്, പ്രപഞ്ചം എന്ന ബന്ധത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ അമ്മേനെ പരീക്ഷിക്കാനായിട്ട് കുറെ ചോദ്യം ചോദിക്കുക. അമ്മ, ഈ ലോകത്തില് ഏറ്റവും വലുതെന്താ? അപ്പൊ നമ്മളോട് ചോദിക്കുക, ഏറ്റവും വലുതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ലോകം തന്നെയാണ്, അല്ലേ? ലോകം തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ പറയുക, അങ്ങനെ ലോകം വലുതാണെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവല്ലേ അതിലും വലുത്? അപ്പൊ പറയാ, അതെങ്ങനെയാ ബ്രഹ്മാവ് വലുതാകുന്നത്? ബ്രഹ്മാവ് വന്നിരിക്കുന്ന എവിടുന്നാ? വിഷ്ണുവിന്റെ നാഭി കമലത്തിൽ നിന്നല്ലേ ബ്രഹ്മാവ് വന്നത്. അപ്പൊ ബ്രഹ്മാവാണോ വലുത്? ബ്രഹ്മാവിനേക്കാൾ വലുതാരാണ്? വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണു ആണല്ലേ വലുത്? അപ്പൊ അടുത്ത മറുപടി, വിഷ്ണു അല്ല. കാരണം വിഷ്ണു ഇവിടെ പാലാഴിയില് സമുദ്രത്തിലാണ് കിടക്കുന്നത്. അപ്പൊ സമുദ്രമാണോ വലുത്? സമുദ്രമല്ല വലുത്. സമുദ്രത്തെ മുഴുവൻ കുടിച്ച് വറ്റിച്ച് തീർത്ത ഒരു മുനിയുണ്ട്, അഗസ്ത്യ മുനി. അപ്പൊ സമുദ്രത്തെക്കാൾ വലുതാരാണ്? അഗസ്ത്യമുനി. അഗസ്ത്യമുനിയാണോ ഏറ്റവും വലുത്? അപ്പൊ പറയും, മുരുകൻ പറയാം, അല്ലാന്നേ, അഗസ്ത്യമുനിയെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. കുംഭോദ്ഭൂതി എന്നാണ് അഗസ്ത്യമുനിയെ പറയുന്നത്. കുംഭത്തിൽ നിന്ന്, കുടത്തിൽ നിന്ന് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അപ്പം മണ്ണ് അല്ലെ, ഭൂമി ഏറ്റവും വലുതല്ലേ? ഇപ്പൊ പറയാ, ഭൂമിയല്ല, ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തനല്ലേ? അപ്പൊ അനന്തനാണോ വലുത്? അനന്തനും അല്ല വലുത്. അനന്തൻ എന്ന് പറയുന്നത് പാർവതീ ദേവിയുടെ മോതിര വിരലിൽ ഒരു മോതിരം മാത്രം അനന്തൻ. അപ്പൊ പാർവതീ ദേവിയാ വലുതല്ലേ? അല്ല, പാർവതീ ദേവി വലുതാവണമെങ്കിൽ കൂടെ ആര് വേണം? ശിവനുണ്ടല്ലേ ഉള്ളൂ പാർവതീ ദേവി വലിയ ആളാവുള്ളൂ. അപ്പൊ ഗുരു പറയത്തില്ലേ, ഉമയോടു കൂടിയടുത്തു വന്നു വേഗം മമമതി മോഹമറുത്ത് മെയ് കൊടുത്ത് യമനുടെ കൈയിലകപ്പെടാതെ എന്നും
സമനില തന്നു തളർച്ച തീർത്തിടേണം. ഇപ്പൊ പാർവതീദേവിയാകുന്ന ശക്തി അല്ലെ ബ്രഹ്മമാകുന്ന ശിവൻ രണ്ടുപേരും പൂർണ്ണരാകണമെങ്കിൽ എന്ത് വേണം? രണ്ടുപേരും ചേർന്ന് വരണം. അപ്പൊ ചോദിച്ചു, അപ്പൊ പാർവതീദേവി പൂർണ്ണയാവണമെങ്കിൽ അല്ലെ ശിവൻ പൂർണ്ണനാകണമെങ്കിൽ കൂടെ ആര് വേണം? ശിവൻ പൂർണ്ണമാണെങ്കിൽ ദേവി വേണം, ദേവി പൂർണ്ണയാകണമെങ്കിൽ ശിവൻ വേണം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള ഭഗവാനും ഭഗവതിയും ഒക്കെ ഉണ്ടല്ലോ, ആണോ ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഇവർ വസിക്കുന്നത് എവിടാന്നറിയുവോ? എവിടെയാണ്? ഭക്തന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലുതാരാണെന്ന് ചോദിച്ചാൽ ഭക്തനാണ്. ഭഗവാനെ ഹൃദയത്തിലേറ്റിയ ഭക്തനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നൊരു തത്വം ഔവയാറും മുരുകനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുവാണ്.